എന്താണ് ആദ്യത്തെ പേജിൽ കാണുന്നത്? ഓക്കെ, ഒന്നാമത്തെ പേജ്. നല്ല നിറങ്ങളുണ്ട്. ആദ്യം തന്നെ ഒരു കുളം, അതിന്റെ താഴെ ബിർക്ക ബിർക്ക എന്നെഴുതിയിട്ടുണ്ട്. തൊട്ടടുത്ത് ഒരു വീട്, ബൈത്ത് ബൈത്ത്. പിന്നെ ഒരു സിംഹം, അസദ്. അതേ പേജിൽ തന്നെ താഴേക്ക് നോക്കുമ്പോൾ പഴങ്ങളും ഒരു പക്ഷിയുമുണ്ട്. ആപ്പിൾ, തുഫാഹ് തുഫാഹ്. ഉറുമാമ്പഴം, റുമ്മാൻ റുമാൻ. ബുൾബുൾ പക്ഷി, ബുൾബുൾ ബുൾബുൾ. പിന്നെ പൈനാപ്പിൾ, അനാനാസ് അനാനാസ്. പപ്പായ, ബബായ ബബായ. പിന്നെ നമ്മുടെ ഈന്തപ്പഴം, തെമ്പ്ര് തെമ്പ്ര്. പിന്നെ ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത് നോക്കിയോ? ഓരോ അക്ഷരത്തിനും മുകളിലും താഴെയുമായി ചിഹ്നങ്ങൾ, ആ ചെറിയ വരകളും മറ്റും. അതെ, ഫത്തഹ്, കസ്റ്, ലമ്മ്, സുക്കൂൻ എന്നൊക്കെ പറയും. ഹർക്കത്തുകൾ. ബിർക്ക എന്നതിൽ ബായിന് താഴെ ഒരു വരയില്ലേ, അതാണ് കസ്റ്. അത് ബി എന്നാക്കാൻ സഹായിക്കുന്നു. അസദ് എന്നതിൽ അലിഫിന് മുകളിലുള്ളത് ഫത്തഹ്. ആ സൗണ്ട് കൊടുക്കുന്നു. എടുപ്പ്. അതെ. ഇനി രണ്ടാമത്തെ പേജിലേക്ക് പോയാലോ? അവിടെയും ഇതുപോലെ ചിത്രങ്ങളും വാക്കുകളും. മീൻ, സമക് സമക്. പാൽ, ഹലീബ് ഹലീബ്. നായ, കെൽബ് കൽബ്. പൂച്ച, ഖിത്ത് ഖിത്ത്. താഴെ പ്രാവ്, ഹമാമ ഹമാമ. കോഴിക്കുഞ്ഞ്, സൂസ് സൂസ്. പശു, ബക്കറ ബക്കറ. പൂവൻകോഴി, ദീക് ദീക്. പിടക്കോഴി, ദജാജ ദജാജ. ഇനി മൂന്നാമത്തെ പേജിൽ താറാവ്, ബത്ത. ആട്, കെബ്ഷ്. തത്ത, ബബ്ബഹ. തവള, സിഫ്ദാർ. കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച് നമ്പേഴ്സ് പഠിപ്പിക്കുന്നു. ഒരു കോഴിക്കുഞ്ഞ്, വാഹിദ് 1. 2 ഇസ്നാൻ. 3 സലാസ. എണ്ണാൻ പഠിപ്പിക്കാൻ നല്ല എളുപ്പമുള്ള വഴി. വാഹിദ്, ഇസ്നാൻ, സലാസ എന്ന പുതിയ അറബി വാക്കുകളും പഠിക്കാം. ഇനി നാലാമത്തെ പേജ്. ഇവിടെ ചിത്രങ്ങളില്ല, നമ്മൾ ഇതുവരെ കണ്ട പോലത്തെ വാക്കുകളുമില്ല. പകരം അറബി അക്ഷരമാല, അലിഫ് തൊട്ട് ദ്വാദ് വരെ.